الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും വലിയ പ്രതിഫലങ്ങൾ പ്രദാനം ചെയ്യട്ടെ. മഴയായിട്ടും അല്ലാഹുവിൻ്റെ ഭവനത്തിൽ വന്ന് സുബഹി ജമാഅത്ത് എന്ന അതിപ്രധാനപ്പെട്ട ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ധാരാളം ഖൈറുകൾ പ്രദാനം ചെയ്യട്ടെ. ബാങ്ക് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഈ അടുത്തായി ബാങ്കിൻ്റെ ശബ്ദം ഉൾപ്പെടെ ശബ്ദം നിയന്ത്രിക്കണം എന്നൊരു പ്രസ്താവനയെ ചൊല്ലിയുള്ള ചില കമന്റുകളും അത് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെയായി ഇടപെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് നമ്മളൊക്കെ അറിയും. ആ പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് നിങ്ങളെ ചെറിയൊരു ചരിത്രത്തിൻ്റെ ഭാഗം കേൾപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ച മനുഷ്യരാണ്, അതോടൊപ്പം ആദ്യത്തെ പ്രവാചകരുമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൃഷ്ടിപ്പിൻ്റെ ശേഷം അവിടുത്തെ തിരുവാരിയലിൽ നിന്ന് തന്നെ ജീവിത പങ്കാളിയായ സഹധർമ്മിണിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുകയും രണ്ടുപേരും ഇണതുണകളായി അവരുടെ ഹണിമൂൺ ഉൾപ്പെടെയുള്ള സർവ്വ സന്തോഷങ്ങളോടും സല്ലാപത്തോടുകൂടെയുള്ള ജീവിതത്തിന് വേണ്ടി അവരെ സ്വർഗത്തിലേക്ക് വിടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിൽ ഇപ്പം മുതലേ വസിക്കാൻ വേണ്ടിയല്ല, ഭൂമിയിൽ ഒരു പ്രതിനിധിയായി ചില വിശേഷപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരായി ആണ് അല്ലാഹു തആല നിശ്ചയിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നേരത്തെ മലായികത്തുൽ കിറാമുമായി സംഭാഷണം നടത്തിയ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. സംഭാഷണം നടന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നിമിത്തമായി ആദം അലൈഹിസ്സലാമും ഹവ്വാ ഉമ്മയും സ്വർഗത്തിൽ നിന്ന് പുറത്താവേണ്ടി വന്നു. പുറത്തായതോടൊപ്പം രണ്ടുപേരെയും ഒരിടത്തേക്ക് ഇറക്കി വിടുന്നതിന് പകരം രണ്ടുപേരെയും വളരെയേറെ ഘാതങ്ങൾ ദൂരത്തിലുള്ള വ്യത്യാസത്തിലുള്ള രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ രണ്ടുപേരെ അല്ലാഹു തആല ഇറക്കുന്നത്. ഭൂമിയിലുള്ള ആ ഇറക്കം വാസ്തവത്തിൽ അന്ന് ഈ ഭൂതലത്തിലേക്ക് വരുമ്പോ മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളുമില്ല. ചില മൃഗങ്ങളുണ്ട്, പക്ഷിലതാദികളുണ്ട്, അതുപോലെ ചില മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ട് ഭൂമിയിൽ. പക്ഷെ മനുഷ്യരില്ല. ഈ ഒരു മനുഷ്യൻ മാത്രം വന്നിറങ്ങുകയാണ് ഒരു സ്ഥലത്ത്. അതുപോലെ ഹവ്വാ ഉമ്മ വേറൊരു സ്ഥലത്ത് ഇറങ്ങി. അങ്ങനെ ആ രണ്ട് സ്ഥലങ്ങൾ അതിപ്പോ നമുക്ക് എല്ലാവർക്കും ചരിത്രപരമായിട്ട് അറിയാവുന്ന സ്ഥലമാണ്. ആദം അലൈഹിസ്സലാം ഇറങ്ങുന്നത് നമ്മുടെ രാജ്യത്താണ്. പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം ഈ ഭൂമിക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആദിമ മനുഷ്യൻ ഇറങ്ങിയ ഭൂമിയാണ് നമ്മുടെ ഈ ഭൂമി. പിന്നെ ഇതിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായിട്ട് അങ്ങനെ മാറി മാറി അമ്പിയാക്കളിലൂടെ ഉമ്മത്തികളായി മാറി മാറി വന്ന നമ്മളോട് ഇന്ത്യ വിട്ട് വേറെവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കും? ആരും പോവുകയില്ല, പോകാനോട്ട് പോകണില്ല. ആദം അലൈഹിസ്സലാം അന്ന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ അന്നത്തെ ഇന്ത്യ ഭൂപ്രദേശത്തിന്റെ ഭാഗമായ, ഇന്നിപ്പോ രാജ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇപ്പൊ അത് ശ്രീലങ്കയുടെ ഭാഗത്താണ്. സരംദ്വീപ് പ്രദേശത്തെ ഒരു പർവ്വത മുകളിലാണ് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാം വന്നിറങ്ങുന്നത്. ആ പർവ്വതത്തിന്റെ പേര് ജബൽ ആദം എന്നാണ്. ആദം മല എന്ന് പറയുന്നത്. അതിനകത്ത് നല്ലൊരു വലിയൊരു കാൽപാദത്തിന്റെ ഒരു അടയാളം അവിടെ വീണിട്ടുണ്ട്. അവിടെ ആളുകൾ ചെല്ലുകയും സന്ദർശിക്കുകയും ബറക്കത്തിന് വേണ്ടി അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാം ഭൂമിയുടെ ഒരു ഭാഗത്ത് വന്നിറങ്ങുന്നു. ഹവ്വാ ഉമ്മ എവിടെ ഇറങ്ങിയത്?
അവിടെ സൗദി അറേബ്യയുടെ ഭാഗമായിട്ടുള്ള ജിദ്ദയിലാണ് ഹവ്വാ ഉമ്മയുടെ അടക്കം. ഈ ജിദ്ദ എന്ന് പറയുന്നത് ജദ്ദ എന്നാണ് അറബി വാക്ക്. ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്നാണ്. എല്ലാ മനുഷ്യകുലത്തിന്റെ യാഗ ഉമ്മയാണ് ആര്. അപ്പൊ ഏറ്റവും ടോപ്പ് ഗ്രാൻഡ് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ടോപ്പ് ഗ്രാൻഡിലുള്ള ഒരു മദറാണ് ആര്, ഹവ്വാ ഉമ്മ റളിയല്ലാഹു അൻഹ. ഈ ജദ്ദ എന്ന അറബിയെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജെ കഴിഞ്ഞിട്ട് പിന്നെ ഇ ആണ് ഇംഗ്ലീഷിൽ പിന്നെ സ്പെല്ലിംഗ് ഇടുക, ഇ ആണ്. അത് പിന്നെ എന്തായി, ജദ്ദ എല്ലാം പോയിട്ട് ജിദ്ദയായി. അങ്ങനെയാണ് ഇപ്പൊ ജിദ്ദ എന്ന് പറയുന്നത്. ഏറ്റവും അറിയപ്പെട്ട ഒരു രാജ്യമായി ജിദ്ദ. ആ ജിദ്ദയിലാണ് ഹവ്വാ ഉമ്മ ഇറങ്ങിയത്. ജിദ്ദയിലെ ഒരു ഭാഗത്ത് ഒരു പുരാതനമായ ശ്മശാനമുണ്ട്, മൈതാനി. അവിടെയാണ് ഹവ്വാ ഉമ്മയെ അടക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ മഖ്ബറത്തു ഉമ്മിന ഹവ്വാ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായ ഹവ്വാഇന്റെ മഖ്ബറയാണ് എന്ന് പറഞ്ഞ ആ ചുറ്റിക്കെട്ടിന്റെ പുറത്ത് എഴുതി വെച്ചത് കാണാം. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും രണ്ടിടത്തിലേക്ക് ഇറങ്ങി. അപ്പോ ഈ രണ്ടുപേരും ഇണപിരിഞ്ഞ് ഈ ഭൂമിയിൽ വന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റപ്പെടലിന്റെ അങ്ങേയറ്റം അവരനുഭവിക്കേണ്ടി വന്നു. അതനുഭവിച്ചവരാണ് മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അവ തീർത്തും ഒറ്റപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന ആ ജീവിതപാതിയായിട്ടുള്ള ഹവ്വയെയും കാണാനില്ല. ഈ ഭൂമിയിൽ ആരുമില്ല, താൻ ഒറ്റക്കാണ്, തനിച്ചാണ്. അവിടെ ചെറിയൊരു ആർക്കായാലും മാനസികമായിട്ടുള്ളൊരു ക്ലേശം ഉണ്ടാവും. ആ സംഭവത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട അബൂ നുഐം എന്നവർ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇല്യ എന്ന കിതാബിൽ അബൂ നുഐം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അസാക്കിർ എന്ന ചരിത്ര പണ്ഡിതൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് വെറുതെ കഥ പറയല്ല, ഒരു ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൊഴിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ആ സംഭവം റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അത് അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, നസല ആദമു ബിൽ ഹിന്ദ്, ഇന്ത്യയിൽ ആദം അലൈഹിസ്സലാം ഇറങ്ങി. അവിടെ ആദം നബി തീർത്തും സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ആ ഒറ്റപ്പെടലിന്റെ വ്യാകുലതയിൽ ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ എന്ന മലക്ക് ആഗതനായി. ഫനാദാ ബിൽ അദാൻ, അവിടെ വെച്ചുകൊണ്ട് ആദം നബിയുടെ മനസ്സിന് ഈ ഒറ്റപ്പെടലിന്റെ വ്യാകുലതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകും വിധം അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിച്ചു കേൾപ്പിച്ചു കൊടുത്തു. ബാങ്ക് അന്ന് ജിബ്രീൽ വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു. എങ്ങനെ ബാങ്ക് വിളിച്ചത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറത്തൈൻ. തവ്ഗാണ് രണ്ടു വട്ടം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ടു വട്ടം. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മറത്തൈൻ. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് രണ്ടു വട്ടം. ഇങ്ങനെ ബാങ്ക് കേൾപ്പിച്ചു. ആദമു, ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം ജിബ്രീലിനോട് ചോദിച്ചു, മുഹമ്മദ്, ആരായി മുഹമ്മദ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, ആഖിറു വലദിക മിനൽ അംബിയാ, അങ്ങയുടെ മക്കൾ പരമ്പരയിലെ വരാനിരിക്കുന്ന അംബിയാക്കളിലെ അവസാനത്തെ ആളാണ് മുഹമ്മദ് എന്നവർ. ആ പേരാണ് ഞാൻ പറഞ്ഞത്. അന്നേ ബാങ്ക് കൊടുത്തു. ആ ബാങ്കിൽ തന്നെ ഏതുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരാമർശം. അത് മാത്രമല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുൾപ്പെട്ട ഈ ബാങ്ക് ആദം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിന് സമാധാനമേകുന്നു, സന്തോഷമേകുന്നു. ഒറ്റപ്പെടുന്ന ആ വ്യാകുലതയിൽ നിന്ന് ആദം അലൈഹിസ്സലാമിന് രക്ഷപ്പെടാൻ കഴിയുന്നു. കണ്ടോ നിങ്ങള്? ഈ ബാങ്ക് എന്ന് പറയുന്ന മനസ്സിനൊരു സമാധാനവും കുളിർമയും ഒക്കെ ഉണ്ടാവും. നമ്മളും നാട് വിട്ട് വേറെ ഏതോ ഒരു നാട്ടിലേക്ക് ചെന്നെത്തിപ്പെട്ടു. പരിചിതരായ ആളുകൾ ആരും കാണുന്നില്ല, നമ്മളെ കൂട്ടക്കാരെയും കാണുന്നില്ല, ഒരു ജാതി ഒരു വെപ്രാളം. അപ്പോഴാണ് ദൂരെ നിന്നൊരു ബാങ്ക് കേൾക്കുന്നത്. എന്തൊരു സമാധാനം ഉണ്ടാവോ, എവിടെയും ബാങ്ക് ഉണ്ടല്ലേ, പള്ളി ഉണ്ടല്ലേ, എന്തൊരു ആശ്വാസമായിരിക്കും. ഇന്നിപ്പോ ഈ അടുത്തായിട്ട്
ബാങ്കിന്റെ വോളിയം കുറച്ച് കുറക്കണം എന്ന് അത് മാത്രമൊന്നല്ല പറഞ്ഞ പറഞ്ഞതും അങ്ങനെയല്ല. അത് വേണ്ടതുപോലെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിന് വേറെ ചില ആളുകൾ കോട്ട് ചെയ്ത് മാറ്റിയിട്ട് പറയുമ്പോൾ വ്യത്യാസം വന്നതാണ്. ആ വ്യത്യാസം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഇടപെട്ടുകൊണ്ട് ചില അമുസ്ലിം സഹോദരന്മാർ സോഷ്യൽ മീഡിയയിൽ വന്നു, ബാങ്കിനോളിയം ഓർക്കണ്ട, ബാങ്കായിട്ടെന്ന് വെക്കണം. നമ്മളല്ല പറയുന്നത് അമുസ്ലിമീങ്ങൾ. എന്താ അത് പറയാൻ കാരണം? മറ്റുള്ള നമ്മളെ ഈ പുറത്തേക്ക് വിടുന്ന മൗലൂദും ദിക്റും ഹദ്ദാദും ഇതെല്ലാം പുറത്തേക്ക് വിടും, അത് ഒഴിവാക്കണം. നമ്മളിവിടെ നിന്ന് ഇല്ലല്ലോ, ഇവിടെ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ പണ്ടന്നെ കൺട്രോൾഡ് ആയിട്ടാണ് വരുന്നത്. അത് നിൽക്കുന്ന ഉസ്താദുമാരും കമ്മിറ്റിക്കാരും എത്രത്തോളം ജാഗ്രതയിൽ പോകുന്നുണ്ടോ അതിനനുസരിച്ച് ആ മഹല്ല് വളരെ നല്ല പോകും. എവിടെ ജാഗ്രത കുറവ് വരുന്നു അവിടെയാണ് പ്രശ്നം വരിക. നമുക്കൊന്നും പോലെ പ്രശ്നമല്ല, നമ്മളെ ബാങ്ക് മാത്രമേ മൈക്ക് കൊടുക്കാവൂ. ആ ബാങ്ക് അമുസ്ലിമുകൾ പറയാം, ബാങ്ക് അത് വോളിയം കുറയ്ക്കുകയോ മൈക്കില്ലാണ്ടാക്കുകയോ കൊടുക്കാണ്ടിരിക്കുകയോ വേണ്ട, നമുക്ക് കൊടുക്കണം. കാരണം എന്താ, നമ്മളെക്കാൾ കൂടുതൽ ബാങ്കിനോട് ആദരവും അത് കേൾക്കുമ്പോഴൊരു കുളിർമയും അത് കേൾക്കുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ എന്ന് വെച്ചാൽ അത് ടൈം അറിയാൻ മാത്രമല്ല, അത് കേൾക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അമുസ്ലിം സഹോദരങ്ങൾ എത്രയോ ഈ ബാങ്കിനെ സാഹൂദം കേൾക്കാറുണ്ട്. ഒരു മുഅദ്ദിനെ പറ്റി ഒരു അഭിപ്രായം വന്നത് അമുസ്ലിം വല്ലാത്തൊരു ബാങ്കില്, ഇത് നല്ല സ്റ്റഡിയഡ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല ബാങ്കിന് സ്റ്റഡി കിട്ടിയിട്ട് കൊടുക്കുന്ന ആളാണ്. ആരാ പറയുന്നത്? പുറത്തുള്ള ഒരാളാണ്. അപ്പൊ ഈ ബാങ്ക് എല്ലാവർക്കും ആദരണീയമാണ്, എല്ലാവർക്കും സ്വാഗതാർഹമാണ്, സ്വീകാര്യമാണ്. അതിലുപരി എല്ലാവരുടെയും മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു വാക്യം, ശബ്ദവുമാണത്. ഇത് ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ ഒറ്റക്ക് വന്നിറങ്ങിയപ്പോൾ ആ ഒറ്റപ്പെടലിന്റെ വിഷമഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കേൾപ്പിച്ചു കൊടുത്തതായിട്ട് ബാങ്ക്. ആ ബാങ്കിൽ പോലും ആരുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹ് അതുണ്ട് എന്നാ പറയുന്നത്. ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനവും ബഹുമാനവും. അത് ലോകാവസാന അല്ല, പിന്നെ കാലാവസാനത്തിൽ പെട്ടെന്ന് അബ്ദുള്ളക്കും ആമിനക്കും ഒരു മകനുണ്ടാക്കി വേഗം പിടിച്ചാട്ട് നബിയാക്കിയതൊന്നുമല്ല. ഇത് അതേ ഒരു പ്ലാനഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അല്ലാഹു തആല പ്ലാൻ ചെയ്ത് സംവിധാനിച്ച് റെഡിയാക്കി അങ്ങനെ വരാം. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മനുഷ്യന്റെ കാതിലും കേട്ട പേര് മുഹമ്മദ് റസൂലുള്ളാഹ്. ആദ്യത്തെ മനുഷ്യൻ കണ്ണു തുറന്ന് കണ്ടതും അർശിന്റെ കവാടത്തിലെ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. ഇതെല്ലാം ചെറുന്ന ചരിത്രം, ചെറിയ വിഷയങ്ങളൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കാനത്തുൽ അളീമ, വലിയ ആ സ്ഥാനം, അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ, ടിപ്സുകളാണ്. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. മുത്തുനബിയോടുള്ള മഹബത്ത് അള്ളാഹു ഏറ്റി തരട്ടെ. അവിടുത്തെ ഉത്തമ അനുയായികളായി അള്ളാഹു നമ്മളെ എല്ലാവരെയും മാറ്റിത്തരട്ടെ. നമ്മളിലും നമ്മോട് ബന്ധപ്പെട്ടവരിലും എല്ലാം അതിൻ്റെ എല്ലാം ബറക്കത്തുകൾ അള്ളാഹു നിലനിർത്തട്ടെ. നാളെ സസന്തോഷം അവിടുത്തെ തിരുമുഖം കാണാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും വിധി കൂട്ടട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.